വളരെ ഈസിയായി ഒരു കണ്ണെങ്ങനെ വരയ്ക്കാം, അതും റിയലിസ്റ്റിക്കായി വെറും 4 സ്റ്റെപ്പ് ഉപയോഗിച്ച് നമുക്കത് വരച്ചു തുടങ്ങാം. ആദ്യം മിഡ് റേഞ്ച് ഗ്രേഡുള്ള ഒരു പെൻസിൽ എടുക്കുക. അതിപ്പോൾ 4B ആവും 5B ആവും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 4B പെൻസിലാണ്. അത് യൂസ് ചെയ്ത് ഡാർക്കണായിട്ടുള്ള ഏരിയാസ്, അതായത് ഡെപ്ത് വരുന്ന ഏരിയാസും ഷാഡോസ് വരുന്ന ഏരിയാസും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഡാർക്ക് ഏരിയ ഷെയ്ഡിങ്ങിന് ശേഷം SB പെൻസിൽ യൂസ് ചെയ്ത് ലൈറ്റ് ഏരിയാസിലും ലൈറ്റായി ഷെയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലെൻഡിംഗ് ആണ്. അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ് ടിഷ്യൂ പേപ്പറാണ്. നിങ്ങൾക്ക് കോട്ടണോ അല്ലെങ്കിൽ ബ്ലെൻഡിംഗ് സ്റ്റംസോ അല്ലെങ്കിൽ ബ്ലെൻഡിംഗ് ബ്രഷസോ യൂസ് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ എഫക്റ്റീവായി എനിക്ക് തോന്നിയത് ടിഷ്യൂ പേപ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈലൈറ്റിംഗ് ആണ്. അതിനുവേണ്ടി നമുക്ക് പെൻസിൽ ഇറേസർ, മോണോ ഇറേസർ, പിന്നെ നീഡബിൾ ഇറേസർ, ഈ 3 ഇറേസേഴ്സ് യൂസ് ചെയ്ത് ഹൈലൈറ്റിംഗ് ചെയ്യാം. ഡീപ്പായിട്ടുള്ള ഹൈലൈറ്റ് ആണ് വരുന്നതെങ്കിൽ പെൻസിൽ ഇറേസർ അല്ലെങ്കിൽ മോണോ ഇറേസർ യൂസ് ചെയ്യാം. ലൈറ്റ് ആയിട്ടുള്ള ബ്ലെൻഡഡ് ആയിട്ടുള്ള ഹൈലൈറ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ നീഡബിൾ ഇറേസർ യൂസ് ചെയ്യാം. ശേഷം ബ്ലെൻഡിംഗ് സ്റ്റംപ് യൂസ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഡെപ്ത് കൂടിയ ഏരിയാസ് വരച്ചു കൊടുക്കുകയാണ്. ഇത് ബ്ലാക്ക് കൂടിയ ഏരിയാസ് വരച്ചു കൊടുക്കുകയാണ്. അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആർട്ട്ലൈൻ്റെ ബ്ലാക്ക് കളർ പെൻസിലാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഗ്രാഫൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 10B പെൻസിൽ യൂസ് ചെയ്യാം. പക്ഷേ അതിന് ഷൈനിങ് കൂടുതലായിരിക്കും. സോ എനിക്ക് ഈ ബ്ലാക്ക് കളർ പെൻസിലാണ് കൂടുതൽ എഫക്റ്റീവായി തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്റ്റെഡ്ലറിന്റെ കാർബൺ പെൻസിൽസ് ഉണ്ടാവും, 8B കാർബൺ പെൻസിൽസ് കിട്ടും. അത് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ബ്ലാക്ക് കളർ പെൻസിൽസ് ഉണ്ടാവും, അത് യൂസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ശേഷം ഡെപ്ത് കൂടിയ ഏരിയ ഡെപ്ത് കുറഞ്ഞ ഏരിയയുമായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനായി നമുക്ക് ബ്ലെൻഡിംഗ് സ്റ്റംപ്സ് യൂസ് ചെയ്യാം. അതിനുശേഷം ഗ്രേഡ് കൂടിയ പെൻസിൽ യൂസ് ചെയ്ത് ഡീറ്റെയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെപ്ത് കൂടിയ ഏരിയ നമ്മൾ വരച്ചതിന് ശേഷം ഡെപ്ത് കുറഞ്ഞ ഏരിയയിലേക്ക് പ്രോപ്പറായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിനുശേഷം പ്രോപ്പറായി ബ്ലെൻഡ് ചെയ്യുക. വീണ്ടും അതിന് ഹൈലൈറ്റ് കൊടുക്കുക. ഹൈലൈറ്റ് ചെയ്യാൻ നമുക്ക് മോണോ ഇറേസർ അല്ലെങ്കിൽ പെൻസിൽ ഇറേസർ അല്ലെങ്കിൽ നീഡഡ് ഇറേസർ യൂസ് ചെയ്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ശേഷം ഡീപ്പ് ഹൈലൈറ്റ് വരുന്ന ഏരിയാസിൽ ഒരു ഇലക്ട്രിക്കൽ ഇറേസർ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ പ്രോപ്പർ ഹൈലൈറ്റുകൾ കൊടുക്കാവുന്നതാണ്. ഈ ഹൈലൈറ്റിംഗും ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിനൊപ്പം തന്നെ മേക്കപ്പ് ബ്രഷസ് യൂസ് ചെയ്ത് ലൈറ്റായി ബ്ലെൻഡ് ചെയ്ത് കൂടി പോകണം കേട്ടോ. നമ്മളൊരു ഡ്രോയിങ് ചെയ്യുമ്പോൾ പലരും വിട്ടുപോകുന്ന ഒരു ഏരിയയാണ് ബ്ലെൻഡിങ്. നമ്മൾ കൊടുക്കുന്ന ടോൺ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതുപോലെ തന്നെ ബ്ലെൻഡും ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഷാഡോയിങ്, ഹൈലൈറ്റിംഗ്, ബ്ലെൻഡിങ് ഇതെല്ലാം പ്രോപ്പറായി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ റിയലിസ്റ്റിക്കായി ഒരു കണ്ണ് വരച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അടുത്തായി ചെയ്യേണ്ട ട്യൂട്ടോറിയൽ വീഡിയോ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.